നമസ്കാരം. മുംബൈയിലാണ് ഉള്ളത്. മുംബൈയിൽ വന്നിട്ട് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ AC ഡബിൾ ഡെക്കർ ബസ്സിന് ഈ പുറകെ കാണുന്ന ബസ്സിന് യാത്ര ചെയ്യണമെന്ന്. അതിന് സമയം കിട്ടിയിട്ടില്ല. ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയില്ല. എന്നാൽ പിന്നെ ഇന്ന് മുംബൈന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാം. അതായത് മുംബൈയിലത്തെ ഈ ബസ്സിനൊക്കെ പറഞ്ഞ പേര് ബെസ്റ്റ് എന്നാണ്. അതിന്റെ ഡീറ്റെയിൽ ബെസ്റ്റ് എന്ന് മറാത്തിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ BEST അതിന്റെ ഫുൾ ഫോം ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ തന്നെ നമുക്ക് ഈ ഡബിൾ ഡെക്കർ കയറാം. അതിനു മുന്നേ നമുക്ക് ഈ ഡബിൾ ഡെക്കർ കയറുന്നുണ്ടെങ്കിൽ വരുമോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കയറുന്ന ബസ്സിൽ കയറി ആളാവുമ്പോൾ പുറപ്പെടുമ്പോൾ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെയല്ല. അവിടെ ക്യൂ ഒക്കെ നിൽക്കണം. എന്നിട്ട് അവിടുന്ന് അവരോട് ടിക്കറ്റ് എടുത്തതിന് ശേഷം ബസ്സിനകത്തോട്ട് കയറണം. പക്ഷെ അകത്ത് കയറുമ്പോൾ അപ്പൊ നമുക്ക് ഡബിൾ ഡെക്കറിൽ ഫ്രണ്ട് സീറ്റ് കിട്ടുമോ? നോക്കാം നമുക്ക്. അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിലാണ്. അവിടെയാണ് ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളത്, ആ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ സമയം ഇപ്പൊ 3 മണിയായി. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഫീസ് ടൈം ഒക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇവിടുന്ന് ഡബിൾ ഡെക്കറിന്റെ ബോർഡൊക്കെ നോക്കിയ സമയത്ത് NCPA എന്ന് പറഞ്ഞ സ്ഥലമാണ് കണ്ടത്. അപ്പം അങ്ങോട്ടൊക്കെ ഇപ്പൊ കണ്ടിട്ടില്ലോ. അപ്പം അത് എവിടെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. പോയി നോക്കാം. ഒരു 5 കിലോമീറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എന്താണൊക്കെ നമുക്ക് അവിടെ പോയി തന്നെ നോക്കാം. അതെ 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 അതെ. ഇവിടെ ഒരു ബസ് ഉണ്ട്. ആ ബസ്സിന്റെ നമ്പർ പ്ലേറ്റ് കണ്ടാ മറാത്തിയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബസ്സിലാണ് പോകേണ്ടത്. അതായത് ഇതേ മോഡൽ ബസ്സിന് ഇപ്പൊ ഇവിടെ പാർക്ക് ചെയ്തതാണ്. ഇതിന്റെ മുകളിൽ ആ ഒരു വ്യൂ സ്ഥലത്തിരിക്കണം. നല്ല കിട്ടില്ല വ്യൂ ആ കിട്ടുക. ഇതുണ്ടാ ഇതിൽ ബെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാ. ഇതാ വേറെ ഡബിൾ ഡെക്കർ. അത് ഫുള്ളായിട്ട് വരുന്ന ഡബിൾ ഡെക്കർ. അതാണ്ടാ അത് ഫുള്ളായി ഈ ഒരു ടൈപ്പിലാണ്. ഫ്രണ്ട് വഴിയും കയറാം, പുറകു വഴിയും കയറാം. ഇതിനാണ് പോകേണ്ടത്. അവിടെ ജാമായി തോന്നുന്നു. ഇല്ല, നല്ല വ്യൂ ആ മേലെ ഇരുന്നാല്. ഇവിടെ നിൽക്കണം. ഇവിടുന്ന് ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ടത്. ഇത് റെയിൽവേ സ്റ്റേഷന് മുന്നിലത്തെ ബസ് സ്റ്റോപ്പാണ്. ഇവിടെയാണ് നമുക്കിത് ക്യൂ നിന്നിട്ട് എന്താ പറയുക ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ ഒരു ഡബിൾ ഡെക്കർ ഇവിടുന്ന് ആളൊക്കെ കയറ്റി അത് പോയി. നല്ല രസമല്ലേ അല്ലേ? അടുത്ത് തന്നെ ഇപ്പം തന്നെ വരും. ഇവിടെ വേറൊരു നോർമൽ ഓർഡിനറി ഒരു ടൈപ്പ് ബസ്സും ഉണ്ട്. അതും ഇവിടുന്ന് ഇതാ എടുത്തിട്ട് പോയി. ആ ഭാഗത്തുണ്ടതാ അവിടെ ഒരു ഡബിൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അത് മിക്കവാറും ഇങ്ങോട്ടേക്ക് വരും തോന്നുന്നു. അവിടെ ഒരുപാട് ബസ്സുണ്ട്. ഇവരോട് ഇവിടെ ക്യൂ നിന്നിട്ട് ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഇത് A116. ഇത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്ന ബസ്സാണ്. അവിടത്തോട്ട് പോകുന്ന വണ്ടീൻ്റെ നമ്പർ ഇതാണ്. ഇതും AC ആണ്. ഇത് പിന്നെ 2 നിലയൊന്നുമല്ല, നോർമലി നമ്മുടെ AC ബസ്. എല്ലാം ഇലക്ട്രിക് ആണ്. ബെസ്റ്റ്. അവിടെ വേറൊരു ഡബിൾ ഡെക്കർ. കാരണം അതിൽ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഒരു നീണ്ട ക്യൂ ആണ്. ആ ക്യൂ ഒക്കെ ഒന്ന് കുറയട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വേണ്ട അവിടുത്തെ തിരക്ക് വേണ്ട. പോയാൽ നമുക്ക് മേലെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കിട്ടും വേണ്ടേ. ഇവിടെ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട. നമുക്ക് പോകേണ്ടത് A115 A115 ഇതിനാണ് നമുക്ക് പോകേണ്ടത്. അതിന് ഈ ഒരു വണ്ടി പോട്ടെ. അടുത്തൊരു വണ്ടിക്ക് നമുക്ക് എന്തായാലും കയറാം. ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഇരിക്കാം. നല്ലൊരു വ്യൂ ഇവിടെ തന്നെ കിട്ടും. റെയിൽവേ സ്റ്റേഷൻ്റെ CST ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. എന്തൊരു വ്യൂ അല്ല, നല്ല ഇത്രയും നല്ല വ്യൂ അല്ല നമുക്ക് കാറിൽ പോകുമ്പോൾ കിട്ടുക. ഈ ബസ്സിൻ്റെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മേലെ തന്നെ കാണുന്നത്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 5 കിലോമീറ്ററാണ് പോകാനുള്ളത്. 5 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് AC ഡബിൾ ഡെക്കറിന് ഒരാൾക്ക് വരുന്ന ഫെയർ വെറും 6 രൂപ. 2 പേർക്കും കൂടെ 12 രൂപ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. കാരണം നമ്മുടെ മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ചീപ്പസ്റ്റ് ആയിട്ട് തന്നെ യാത്ര ചെയ്യാം. ബസ്സിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന NCPA നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അതെ അതെ അതെ. അത് നമുക്ക് നോക്കേണ്ട കാര്യം വരുന്നില്ല. ഏതായാലും ഇതേ ഒരു ബെസ്റ്റ്. നമ്മുടെ ഏറ്റവും കൂടുതൽ നടന്നു പോകുന്ന ഒരു വഴിയായത്. ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വിഷ്വൽസ് നോക്കിയത് നിങ്ങള്. ഞാൻ സത്യം പറയട്ടെ, ഒരു ആനപ്പുറത്ത് കയറി പോകുന്ന തോന്നില്ല? തീർച്ചയായും. ഇവിടേക്ക് എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് മുംബൈൻ്റെ ഇവിടെ. അതുകൊണ്ട് റോഡിൻ്റെ ഒരു സൈഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ കറക്റ്റ് കണ്ണിലേക്ക് തന്നെയാണ് വെയിലടിക്കുന്നത്. അതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. ഏറ്റവും മേലെയും കൂടെ അല്ലേ
ഇരിക്കുന്നത്. ഈ ബ്ലോക്ക് ഒന്നൊന്ന് നീങ്ങണം വണ്ടി. ആ ഭാഗത്തേക്ക് തിരക്ക് നോക്കണത്. ഈ മുംബൈയുടെ മറ്റൊരു ഐക്കണാണ് ഈ ഒരു സാൻഡ്രോ കാർ. കാരണം ഇവിടെ ഈ ടൗണിലൊന്നും ഓട്ടോറിക്ഷകൾ ഉണ്ടാവില്ല, കാറുകൾ മാത്രമേ ഉണ്ടാവില്ല. അതിൽ സാൻഡ്രോ ആണ് കൂടുതൽ. അത് ഈ കളറ് മഞ്ഞയും കറുപ്പും. പണ്ടൊക്കെ അംബാസിഡറൊക്കെ ഉണ്ടായത്, പിന്നെ അത് മാറിയല്ലോ. അവിടെയാണ് ചർച്ച് ഗേറ്റ് വരുന്നത്, ആ റൈറ്റ് ഭാഗത്ത്. അവിടെ റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ട്, ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഈ വണ്ടി നോർമൽ വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഇതിന് എടുത്ത് പറഞ്ഞ കാര്യം സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇതേ അവിടെ സീറ്റ് ബെൽറ്റ് എല്ലാത്തിലുണ്ട്, എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ്. അതൊരു അടിപൊളിയായിട്ടാ. ഇവിടെ കുറേ നേരമായില്ല വണ്ടി നിർത്തിയിട്ട്. മുംബൈയിൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എവിടെ നോക്കിയാലും ക്രിക്കറ്റാണ്. ഏതൊരു ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അവിടെ ക്രിക്കറ്റാണ് ഉണ്ടാവുക കൂടുതലും. പിന്നെ ഒരു മൈതാനമുണ്ട് ഇവിടുന്ന് ക്രിക്കറ്റിൻ്റെ ഒക്കെ പരിചയത്തെ അങ്ങ് അവിടെ എന്തോ ഒരു മാച്ച് നടക്കുന്നുണ്ട്. വലിയ 2 കെട്ടിട സമുച്ചയങ്ങൾ കാണാം. അത് SBIൻ്റെ ആണ്. ആ ഒരു കെട്ടിട SBI. വീണ്ടും ബ്ലോക്ക് ട്രാഫിക്. ഒരു നോൺ AC ബസ് ഉണ്ട്. മൊത്തം ടാക്സികളാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇവിടേക്ക് എന്തൊക്കെയോ വർക്ക് കാരണം റോഡിൻ്റെയൊക്കെ വീതി നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഡൽഹിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുംബൈ എത്രയോ ബെറ്റർ ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയട്ടെ പോലും, എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നഗരം മുംബൈയാണ്. എനിക്ക് ഡൽഹി അത്ര വലിയ ഇഷ്ടമല്ല. ഡൽഹിനെക്കാട്ടും എത്രയോ വൃത്തി മുംബൈയിലാണ്. സിഗ്നലിലാണുള്ളത്, റെഡാണ്. അവിടെ റെഡ്, പക്ഷേ ഓക്കെ കിട്ടി, ഗ്രീനായി. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഒരു ശബ്ദവും ഇല്ല. ഇവിടെയാണെന്ന് തോന്നുന്നു നമുക്ക് ഇറങ്ങേണ്ടത്. കാരണം ബെസ്റ്റിൻ്റെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. നമ്മളിവിടെ എത്തി. നമ്മൾ വന്ന ബസ് ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ വഴിയുണ്ട്. ഇത് ടാറ്റേൻ്റെ മാർക്കോ പോളോ. ഇതും മാർക്കോ പോളോ. എല്ലാം ഇതൊക്കെ മാർക്കോ പോളോയാണ്. നമ്മൾ വന്നതാണ് അശോക് ലെയ്ലാൻഡിൻ്റെ. നമ്മൾ വന്ന വണ്ടി, അതായത് അത് അശോക് ലെയ്ലാൻഡിൻ്റെ ആണ്. സ്വിച്ച് മൊബിലിറ്റീൻ്റെ അവരാണ് ഈ ഒരു ബെസ്റ്റ് AC ഡബിൾ ഡെക്കർ ബസ്സൊക്കെ നിർമ്മിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ അടുത്തോട്ട് പോവാം. നമ്മൾ ബസ് വന്ന് ഇറങ്ങിയത് നരിമാൻ പോയിന്റിലാണ്. അവിടെ നിന്നൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ മറൈൻ ഡ്രൈവ്. എന്താ വ്യൂ! നമ്മളിപ്പോഴും വരാറ് അങ്ങ് അവിടെയാണ്. വാങ്കടയൊക്കെ ഉള്ളത് അങ്ങ് ദൂരെയാണ്. ഈ ഒരു ബിൽഡിംഗ് ഇല്ലേ ഈ കാണുന്നത്, ഇതൊക്കെയാണ് നമ്മളെപ്പോഴും അങ്ങ് അവിടെ നിന്ന് കാണാറ്. ഇവിടെ നിന്ന് വരാറേ ഇല്ല. നമ്മളെപ്പോഴും എന്താ പറയാ, അവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണുന്ന ഈ ഒരു 3 ബിൽഡിങ്ങുകളാണ്. അതെ. അതുപോലെ തന്നെ നമ്മുടെ നരിമാൻ പോയിന്റ് ഒക്കെ വരുന്നത് അങ്ങ് ആ ഒരു ഭാഗത്തേക്ക്, അങ്ങ് അറ്റത്തേക്ക്, ആ ഒരു ഭാഗത്തേക്ക്. കൊളാബ. എന്താ രസമല്ലേ ഇവിടെ വന്ന് നിൽക്കാനല്ലേ? അതെ അടിപൊളി. നല്ലൊരു ഇനിയും കുറച്ചും കൂടെ സമയം കഴിയുന്നവർ നല്ല രീതിയിൽ തന്നെ തിരക്ക് വരും, ആൾക്കാർ വരും. ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണല്ലോ. നല്ല സ്ഥലമുണ്ട് ഇവിടെയൊക്കെ ഇരുന്ന്. നല്ല രസമല്ലേ? ഇനിയിപ്പോൾ ഇവിടുന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉള്ള ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ഒരു 1.8 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഉള്ളത് കൊളാബ ഭാഗത്താണ്. അപ്പം നമുക്ക് നടന്നിട്ട് തന്നെ പോകാം. കാരണം ബസ്സും ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, കാരണം നമുക്ക് കാഴ്ചകൾ ചിത്രീകരിക്കണമല്ലോ. നടന്നു പോയാൽ മാത്രമേ നമുക്ക് എന്താ പറയാ നല്ല രീതിയിലുള്ള കാഴ്ചകൾ ചിത്രീകരിച്ച് പോകാൻ പറ്റുള്ളൂ. ട്രിഡൻ ഹോട്ടൽ. അപ്പോൾ ഇതിനൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതിലൂടെ പോകുന്നത്. ഇനിയിപ്പോൾ ആൾക്കാർ നല്ല വന്നു തുടങ്ങലായി. ശരിക്കും ഈ ഭാഗത്തല്ലേ, ശരിക്കും ആ ഒരു നമ്മുടെ വാങ്കട സ്റ്റേഡിയത്തിലെ ഭാഗമില്ലേ,
അവിടെയാണ് തിരക്ക് മൊത്തം ഉള്ളത്. അതെ, വാങ്കഡ സ്റ്റേഡിയത്തിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ഇരിപ്പിടങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അതെ അതെ അതെ, എനിക്കൊന്ന് ആ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ആ ഭാഗത്താണല്ല, അതുകൊണ്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. ഇത് പിന്നെ അങ്ങ് കുറച്ച് ഈ നമ്മുടെ നരിമാൻ പോയിന്റ് കുറച്ച് അങ്ങ് ലോങ് ആയല്ലോ, അറ്റത്തായല്ലോ, വണ്ടികളും കൂടുതൽ ആ ഭാഗത്താണ്. ഞങ്ങൾ ആ മുന്നിൽ കാണുന്ന വഴിയാണ് ഇത്ര നേരം നടന്നു വന്നത്. ഇനിയിപ്പോൾ നേരെ ഈ ഒരു റോഡ് ഒരു 300-400 മീറ്ററും കൂടി തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് നടന്നിട്ട് അവസാനം ഇതേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ തിരക്ക് കണ്ടതാ, വൈകുന്നേരമായല്ലോ, നല്ല തിരക്ക് വന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഇവിടെ തന്നെയാണ് താജ് ഹോട്ടലും ഉള്ളത്. എല്ലായിടത്തും ഫോട്ടോ എടുപ്പാണല്ലോ പിന്നെ എല്ലാവർക്കും, ഏത് ഭാഗത്തേക്ക് നോക്കിയാലും തിരക്കാണ്. പിന്നെ ഇവിടെയാണ് എലിഫന്റ് കേവ്സിലേക്കുള്ള ഫെറിയോ ബോട്ടോ അതൊക്കെ ഉള്ളത് ഇവിടെ നിന്നാണ്. ഈ ഒരു ഇവിടെ എലിഫന്റ് കേവ്സിലേക്കുള്ള ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഇതൊക്കെ ഇവിടെയാണിതാ, ഈ ഒരു ഭാഗത്ത് ഇവിടെയാണത്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാം, ടിക്കറ്റ് എടുത്തിട്ട് നേരെ എലിഫന്റ് കേവ്സിലോട്ട് പോകാം. ആൾക്കാരായിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് പോകും. വലിയൊരു ഫെറി പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഈ എലിഫന്റ് കേവ്സ് പറഞ്ഞാല് ഒരു ദ്വീപാണ്, അവിടെ നമുക്ക് കുറച്ച് കാണേണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പോണമെന്നുണ്ട്, ഇനി സമയം കിട്ടട്ടെ, ഇനി മുംബൈ വരാമല്ലോ. ഒരുപാട് ബോട്ടുകൾ അങ്ങ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കയറാനായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇവിടെ വേറൊരു ഇതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതാ ഇതിപ്പോ ഇവിടെ പുതിയതായിട്ട് വന്നതാ, അന്ന് വരുമ്പോ ഒന്നും ഇതുണ്ടായില്ല. പിന്നെ താജ് ഹോട്ടലിന്റെ ഒരു വ്യൂ അവിടെ ഉണ്ട്, നമുക്ക് അവിടത്തോട്ട് വരാം. അതിന് മുമ്പേ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഫുള്ളൊരു വ്യൂ, നല്ല രസമില്ല ഇത് കാണാൻ. അതുപോലെ തന്നെ ഇവിടെ ഇതിപ്പോ വന്നതാണ്. ഇവിടെയാണ് താജ്മഹൽ പാലസ്, ഇന്ത്യയിലെ തന്നെ ആഡംബരം നിറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്ന്. ഇവിടെ തന്നെ ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിൽ തന്നെ ഒരുപാട് നഷ്ടം ഈ ഒരു ഹോട്ടലിനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒന്നും കാര്യങ്ങൾ പിന്നെ നമ്മുടെ അടുത്ത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ. ഇവിടെ തന്നെ ഒരു കൂട്ടം പ്രാവുകളുണ്ട്, അതിനൊക്കെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ ആണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഹോട്ടലിലേക്ക്. അതിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ ഒരു വേറെ തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് പുറത്തുനിന്ന് വന്നാല് നല്ല രീതിയിൽ തന്നെ രണ്ടും കാണാം. ഈ ഹോട്ടലില്ലേ, ഈ ഹോട്ടലിന്റെ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും മുറിയെടുത്ത് താമസിക്കുവാണെങ്കിൽ നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യന്റെ വ്യൂ കിട്ടും, നല്ല രീതിയിൽ കിട്ടും. നോക്കിയാൽ നിങ്ങൾ തന്നെ പറ, അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, അന്ന് ഞങ്ങൾ ഇവിടെ വന്നത് പെരുമഴയത്താണ്. പെരുമഴയത്ത് കൊടയെടുത്തോ എങ്ങനെ പോയത് നമുക്കേ അറിയില്ല അല്ലേ. അതൊരു മൺസൂൺ സമയത്ത്. അത് വേണം നിങ്ങൾ ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് കൊട എങ്ങനെ ഭയങ്കര കാറ്റും ഒന്നും പറയണ്ട, മൊത്തം നനഞ്ഞൊരവസ്ഥ. പക്ഷെ ഇപ്പൊ എന്താ പറയാ, അങ്ങനെ മഴയൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആണ്, നല്ല കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അന്നും മഴേനൊന്നും ഗൗനിക്കാതെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വന്നാൽ വേറെ തന്നെ ഒരു പ്രതീതിയാണല്ലോ. ഇവിടുന്ന് നല്ലൊരു വ്യൂ കാണുന്നില്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഹോട്ടലിനോടും നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യനോടൊക്കെ യാത്ര പറഞ്ഞ് നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. നേരെ പുറത്തോട്ട് നമുക്ക് പറഞ്ഞല്ലോ ബസ്സിന് കയറിയിട്ട് ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടത്തോട്ട് പോകാം. ഡബിൾ ഡെക്കറിനല്ല, 2 ബസ്സിന് പോകുന്നില്ല, AC തന്നെ. അതിനെ ഒന്നിന് കയറിയിട്ട് പോവാം. അയ്യോ, പണി കിട്ടിയോ എന്നൊരു സംശയം. ഈ ബസ്സിനുള്ള ക്യൂ ആണ്. നിങ്ങൾ അങ്ങ് അവിടം വരെ ഉണ്ടേ, ആ ക്യൂവിന് കാണിച്ചു തരാം. ഈ ക്യൂ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ടാ, ആകെ ഇവിടെ ഇപ്പോൾ ഒരു ബസ്സും ഇല്ല. ഈ ബസ് വന്നാലുള്ള കാര്യമാണേ. എന്നാൽ ഇത്ര ആൾക്കാർ കയറിയാൽ മാത്രമേ, ഇതൊക്കെ ബസ്സിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ്. എവിടെ വരെ ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ പോകാനും പറ്റുന്നില്ല ഈ കാറുകളൊക്കെ കാരണം. ഇതൊരു 4 ബസ്സിനുള്ള ആൾക്കാരുണ്ട്. ഞാൻ 4 ബസ് കഴിഞ്ഞാലേ നമുക്ക് ക്യൂ നിന്നിട്ട് ഇവിടെ എത്താൻ പറ്റുള്ളൂ.
ദേ ഇവിടം വരെ ഇത്രയും ക്യൂ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കയറണ്ട, അടുത്ത ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് കയറിയിട്ട് വേറെ എവിടെന്നെങ്കിലും ആ ഒരു ബസ്സിന് കയറാം. കാരണം ഇവിടെ കയറി ഇന്നൊന്നും പോക്ക് നടക്കൂല. നമ്മൾ അങ്ങ് അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് വരുമ്പം തന്നെ ഇവിടെ വിക്രാന്ത്, അതായത് ഇന്ത്യൻ നേവിൻ്റെ ഒരു ഷിപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ കൊണ്ടുവച്ചാൽ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഇതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ നാവൽ അക്കാദമി ഉണ്ടല്ലോ മനോജ്. അതെ അതെ അതെ, നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. രാത്രിക്ക് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഈ റോഡിന്റെ നടുക്കന്നെ ഇപ്പുറത്തെ റോഡാണ് ഇത്. ഒരു എന്താ പറയാ ജംഗ്ഷൻ, ഒരു കർവ് ആയിട്ട് തന്നെ അതിന്റെ മുന്നിൽ തന്നെ ഇത് വെച്ചിട്ടുള്ളത്. നല്ലൊരു ആളുകളൊക്കെ ഇവിടെ വന്നാൽ അതിന്റെ മുന്നിൽ തന്നെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. തീർച്ചയായും നല്ല രസമുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ബസ്സുകൾ നോക്കി, പക്ഷെ എല്ലാത്തിനും തിരക്ക്. നിങ്ങൾ നേരത്തെ തന്നെ കണ്ടായിരുന്നല്ലോ. കാരണം ഞങ്ങൾ അതിൽ വെറുതെ നിന്ന് യാത്ര ചെയ്യാൻ നമുക്ക്, പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പറ്റൂല. അതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയാ ഫോണൊന്നും പിടിച്ച് ഇത് കവർ ചെയ്യാൻ കഴിയില്ല, നല്ല തിരക്കാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്താ പറയാ നടന്നിട്ട് തന്നെ വരാമെന്ന് കരുതി. ഇപ്പം ഞങ്ങളിതാ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറീൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്, ടൗൺ ഹാൾ. ഇത് സ്ഥാപിതമായത് 1804 വ്യക്തമായിട്ട് അവിടെ ദേ കാണുന്നുണ്ടതാ. ഇതിന് മുന്നേ നമ്മൾ അന്ന് മഴ സമയത്ത് നടന്നു വരുമ്പോൾ ഈ ലൈബ്രറീൻ്റെ ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ CSC നടന്നു പോകുന്ന ആ ഒരു വഴിയിൽ ആണ് ഇതൊക്കെ കാണുന്നത്. 1.5 കിലോമീറ്റർ ഉണ്ട് CSC നടക്കാൻ വേണ്ടിയിട്ട്. CSC 1.5 കിലോമീറ്റർ ഉണ്ട്. മെല്ലെ നടന്നു പോവാ. തിരക്കേറിയ ഒരു സ്ട്രീറ്റ്. ഇനിയിപ്പോൾ നേരെ പോയാൽ മതി. ഇതുവഴി നേരെ പോയാൽ നമുക്ക് CST റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്താം. ഒരു ലെഫ്റ്റൊക്കെ തെറ്റാനുണ്ട്. ഒരു 600 മീറ്റർ സ്ട്രെയിറ്റ് തന്നെ പോകണം. പൊടിയുണ്ട് നല്ല. അങ്ങനെ നടന്ന് ഇപ്പോൾ ഇതാ CST റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. CST ഈ വൈകുന്നേരം ആയതുകൊണ്ട് എന്തൊരു തിരക്കല്ലേ. അതന്നെ പറഞ്ഞ ആര് തിരക്ക് തന്നെയാണ് ബസ്സിൽ ഉള്ളത്. CST റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു എൻട്രി ഗേറ്റ്സ് ഒക്കെ വരുന്നത് അവിടെയാണ്. ഇത് ഇവിടെ ഡബിൾ ഡെക്കർ ഉണ്ട്. ഇത് ഈ ബസ്സിനാണ് ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചത്. തിരക്ക് കാരണം പിന്നെ അതിന് വരാൻ വേണ്ടി പറ്റിയില്ല. ഡബിൾ ഡെക്കറിനെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായത്. അതെന്തായാലും നടന്നു. മേലെ തന്നെ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയല്ല. ഈ എത്ര ഡബിൾ ഡെക്കർ ബസ്. അവിടെ ഒരു പഴയ ബസ്സുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ആ ഡബിൾ ഡെക്കറിൻ്റെ അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം തന്നെ ഓൾറെഡി 4 ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. അവിടെ ഒന്ന് ഇതാ 5 ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ പോകുന്ന തന്നെ ഇതാ. ഇത് ഫുള്ളാളായി. ഒരു പട്ടേക്ക് വരുന്നുണ്ട്. ഇതിപ്പോഴേ പോകും തോന്നില്ല. ഇത് 3 ഇന്ത്യയിലെ പഴയ കാലത്തിൻ്റെ ഇതാ ഒരു ബസ് നോക്കരുതാ. ആ വണ്ടിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം പഴക്കാണിതാ. അവിടെയുണ്ട് അതാണ്ടതാ. നല്ല രസം അത് കാണാൻ. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോയാലോ? അതിൻ്റെ ആ ഭാഗത്തോട്ട് പോവാ. അതവിടെ നിർത്തി ഇടുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ അതൊന്ന് മേടിച്ചു തരാം. ഡബിൾ ഡെക്കർ ഇത് സർവീസിന് പോലെ. എവിടെയത്? അതാണിത്. ഇതാണത് പഴയ വണ്ടി. ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. ചെറിയ ബസ് കേട്ടാ. ഗീതാനഗർ 139. ഇതിലും ബെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന് ഫ്രണ്ടിലേക്കൂടെയും കയറാം, അതിലൂടെയും കയറാം. ആ വണ്ടി അവിടെ ഓണാക്കിയിട്ടുണ്ട്. അതിപ്പം പുറകോട്ട് അടിക്കും. അത് പോയി. അതുപോലെ തന്നെ ഇതിന്റെ ബെസ്റ്റ്, ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഫുൾ ഫോം ഉണ്ട്. ബെസ്റ്റ് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ BEST ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബ്രഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട്, അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അതിനെന്ന് വെച്ചാൽ ഒരു ചരിത്രം തന്നെയുണ്ട് ഈ ഒരു എന്താ പറയാ ആ ഒരു ബെസ്റ്റ് ആ ഒരു വാഹനങ്ങൾക്ക്. ഇവിടെ ട്രാഫിക് ആണ്. ഇതിലൂടെ ഒരു വണ്ടി പോകുന്നതാ. അതിലൊക്കെ എയറോൺ ആണല്ലേ? എന്താല്ലേ സെൽഫി പോയിന്റ് ഒക്കെ അങ്ങ് അവിടെയാണ്. അവിടെയൊക്കെ നല്ല തിരക്കാണ്. അതിലൂടെ ഒരു ഡബിൾ ഡെക്കർ വരുന്നതാ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ഒരു പാർക്കുണ്ട്. അതിലിതാ ഇവിടെ ഇതിലും ബെസ്റ്റ് BEST എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഡ്രൈവറൊക്കെ ഉണ്ട്. നല്ല രസമില്ലേ ഇത് കാണാൻ? മനു, ഇത് പഴയ ഡ്രാമ തോന്നുറാ.
ആ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ. ഇത് പഴയ ഇത് ട്രാം തന്നെയാ, നല്ല രസമില്ലേ? അതെ, അത് മേലെ എഴുതിയിട്ടുണ്ട് ഫ്ലോറ ഫൗണ്ടൻ ഒപ്പേറ ഹൗസ്. അത് വേറെ ആയിരിക്കാം. ഇത് ട്രാം തന്നെ കണ്ടിട്ട് തന്നെ ഒരു രൂപകൽപ്പനയാണ്. ഇത് ട്രാമിന്റെ ഒരു മാതൃക തന്നെയാണ്. ഈ പാർക്കിൽ ഇവിടെ അടിപൊളിയാണല്ലോ. മുംബൈയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു പാർക്കിലേക്ക് കയറുന്നത്, ഫസ്റ്റ് ടൈം. അപ്പോൾ നമുക്ക് നല്ലൊരു ഇരിക്കാനൊരു നല്ല സ്ഥലമാണല്ലോ. അവിടെയൊക്കെ ഉണ്ട് ഒരുപാട്. ഇത് നല്ലൊരു ബെഞ്ച് നോക്കിയിട്ട് നമുക്കിരിക്കാം. ഇവിടെ ഇല്ല, അങ്ങോട്ടൊന്നുമില്ല. ഇതിലേക്കൂടെ പോവാം. അതിലൂടെ പോയാൽ പറ്റില്ല, ഇതിലൂടെ തന്നെ പോവാം. CST റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ആ ഒരു ഭാഗത്ത്. അതെ, CST അതെ, റെയിൽവേ സ്റ്റേഷൻ അതെ. ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്, അതായത് ഒരു ബെഞ്ചൊക്കെ ഉണ്ട് ഇരിക്കാൻ. അവിടെ വന്നിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതില്ലേ, ഇത് ട്രാം തന്നെയാണ്. പിന്നെ ഇനി ട്രാമിന്റെ ഇതൊക്കെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ഒരു ബെസ്റ്റ് ഇതെന്താണെന്ന് നമുക്ക് പറയണല്ലോ. ബെസ്റ്റ് സ്ഥാപിതമായത് 1873 അതിനുശേഷം ഒരുപാട് പരിണാമങ്ങൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഈ ഒരു സമയം വരെ ബെസ്റ്റിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ എന്ന് പറയാം, ആദ്യമൊക്കെ ട്രാംവേ, അതായത് കുതിരവണ്ടി ട്രാമുകളാണ് ഉണ്ടായത്. മിക്കവാറും എനിക്ക് അതിൻ്റെ ഒരു മാതൃകയൊക്കെ ആയിരിക്കാം ഇതൊക്കെ. അതിനുശേഷം ഒരുപാട് ബോംബെ ഇലക്ട്രിക് സപ്ലൈ ട്രാംവേ കമ്പനി ലിമിറ്റഡ് ഒരുപാട് ട്രാമ്പുകളും ബസ്സുകളൊക്കെ നമ്മുടെ ബോംബെ നഗരത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പം 1995 ശേഷം അതിനുശേഷം, അതായത് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ പുതിയതായിട്ട് സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ബെസ്റ്റിന് ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മൾ മുംബൈയിലെ ലോക്കൽ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ പോലെ ഈ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുംബൈൻ്റെ ഒരു ലൈഫ് ലൈൻ എന്ന് പറഞ്ഞ പോലെ ഈ ബെസ്റ്റും ഒരുപാട് എന്താ പറയുക ജനങ്ങളെ ഇവിടെ ആശ്രയിക്കുന്നുണ്ട്. നമ്മുടെ മുംബൈ നഗരത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പൊതുഗതാഗതം തന്നെയാണ് ബെസ്റ്റ്. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥർ രാവിലെ ലോക്കൽ ട്രെയിനൊക്കെ ബാഗൊക്കെ തൂക്കി പോകുന്നത് നമ്മൾ കാണാം. അതുപോലെ തന്നെ ഈ ബസ്സിനും നമ്മുടെ CST നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ തന്നെ എന്താ ക്യൂ രാവിലെ എന്താ പറയുക നല്ല നീണ്ട നേരം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ബെസ്റ്റിന്റെ കാര്യം പറയുമ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇതിന് വളരെയധികം പൈസ കുറവാണ്. വെറും 6 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. മുംബൈയിൽ ഒട്ടുമിക്ക എന്താ പറയുക ചാർജ് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ഡെക്കർ, നമ്മൾ കയറി AC ഡബിൾ ഡെക്കർ ഉണ്ടല്ലോ, മുൻപ് ഈ വണ്ടി ഇങ്ങനെയല്ല ഉണ്ടായത്. ആ ഒരു പഴയ മോഡല്. ഇപ്പോൾ ഒരു വർഷമായിട്ടാണ് അതൊക്കെ മാറിയത്. അതും ഇതും തമ്മിൽ അതിൻ്റെ ഹൈറ്റും പഴയതിൻ്റെ ഹൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പുതിയതിന് കുറച്ചും കൂടെ കൂടുതൽ ഹൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് പഴയ ഡബിൾ ഡെക്കർ ഓടിയ പല റൂട്ടുകളും ഇപ്പൊ ഈ പുതിയതിന് ഓടാൻ കഴിയുന്നില്ല. മിക്കവാറും മരങ്ങളുടെ അതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം വലിയൊരു ആഗ്രഹം നടന്നത് മതി. അതെ, ആ വണ്ടിയിൽ കയറാൻ കഴിഞ്ഞത് 1873 സ്ഥാപിച്ചെന്ന് പറഞ്ഞു. അത് മുതൽ ഇപ്പൊ ഈ 2023 വരെ ഒരുപാട് മാറ്റങ്ങളും പരിണാമങ്ങളും നമ്മുടെ ബെസ്റ്റിന് ഉണ്ടായിട്ടുണ്ട്. ഇനി വരും കാലങ്ങളിലും ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായേക്കാം. അപ്പൊ എന്താ പറയാ, മുംബൈയിലെത്തി ഒരു ചെറിയൊരു വീഡിയോ, അതായത് ബസ്സാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ കയറാൻ പറ്റിയ AC ഡബിൾ ഡെക്കറിൽ. മറ്റൊരു AC വണ്ടിയില്ലേ, അത് നമുക്ക് പിന്നീട് എപ്പോഴും കയറാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഈ ലോക്കൽ ട്രെയിനും അതുപോലെ തന്നെ ലോക്കൽ ട്രെയിനിന്റെ മാപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും, ആപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ബെസ്റ്റിന്റെ പെട്ടെന്ന് അങ്ങനെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ബെസ്റ്റ് ട്രൈ ചെയ്താൽ ചീപ്പായിട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അതെ, ആ റൂട്ട് മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായും ആ റൂട്ടാണ് മെയിനായിട്ട് മനസ്സിലാവും. അതൊരു 2-3 വട്ടം മുംബൈ വന്നാൽ തന്നെ മനസ്സിലാവും. ആദ്യം വന്നാൽ ഏതൊരാൾ പെട്ടുപോകും, മഹാനഗരാണല്ലോ. പിന്നെ വന്ന് അത് പരിചയപ്പെടും എന്തായാലും. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒരു ട്രെയിൻ യാത്രയാണ്. ഇവിടുന്ന് നല്ലൊരു കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം മുംബൈൻ്റെ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മറ്റു സമയം ബൈ.